ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മൾ സാധാ മട്ടരി കൊണ്ടുള്ളൊരു പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു 3 ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗള് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു 4 അച്ച് ശർക്കരയുടെ പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആദ്യം തന്നെ ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അരി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് അരി മാറ്റണം. നമ്മൾ വറുത്തെടുത്ത ആ പാത്രത്തിന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റണം. ഇനി ഞാനിതിൽ നിന്ന് 2 ടീസ്പൂൺ അരി പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന അരി കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു 3 ബൗള് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അരി എടുത്ത ആ പാത്രത്തിൽ തന്നെ ഒരു 3 ബൗള് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി ഇതൊരു 6 വിസിലടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഓരോരുത്തർ അരിയുടെ വേവനുസരിച്ച് വിസിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. നമുക്കത് നന്നായി വെന്ത് കിട്ടണം. അപ്പം ഞാനൊരു 6 വിസിലാണ് അടിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ അരിയുടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഏലക്കായ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലോട്ട് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നന്നായി ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാളികേരപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല കട്ടിയുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വല്ലാണ്ട് തിളക്കണ്ട, ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നാളികേരത്തിൻ്റെ കൊത്തുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നമ്മളെ പായസത്തിലോട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. പിന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരി വറുത്തെടുത്തതിന് ശേഷം മാത്രം വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.